1 പത്രോസ് 4 മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ അപ്പോസ്തലനായ പത്രോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുവെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുകയും പാപത്തിനു വേണ്ടിയല്ല, ദൈവഹിതത്തിനു വേണ്ടി ജീവിക്കാൻ ക്രിസ്ത്യാനികളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പാപപൂർണമായ ജീവിതത്തിന്റെ സമയം അവസാനിച്ചുവെന്ന് പത്രോസ് ഊന്നിപ്പറയുന്നു. അവിശ്വാസികൾ വിശ്വാസികളെ അവരുടെ ദൈവിക ജീവിതശൈലിയെ പരിഹസിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തേക്കാം, പക്ഷേ അവർ ദൈവത്തിൽ നിന്നുള്ള ന്യായവിധിയെ നേരിടേണ്ടിവരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തുടർന്ന് വിശ്വാസികളെ ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കുന്നു, പ്രത്യേകിച്ച് എല്ലാറ്റിന്റെയും അവസാനം അടുത്തിരിക്കുന്നതിനാൽ. സ്നേഹം ഒരു കേന്ദ്ര കൽപ്പനയായി എടുത്തുകാണിച്ചിരിക്കുന്നു. വിശ്വാസികൾ പരസ്പരം ആഴമായി സ്നേഹിക്കണം, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മൂടുന്നു. പരാതിപ്പെടാതെ ആതിഥ്യമര്യാദ കാണിക്കണം. ഓരോ വ്യക്തിയും തങ്ങളുടെ ദൈവം നൽകിയ ദാനങ്ങൾ മറ്റുള്ളവരെ വിശ്വസ്തയോടെയും താഴ്മയോടെയും സേവിക്കാൻ ഉപയോഗിക്കണം. ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവരായി സംസാരിക്കണമെന്ന് പത്രോസ് പഠിപ്പിക്കുന്നു. അവർ സേവിക്കുകയാണെങ്കിൽ ദൈവം നൽകുന്ന ശക്തിയോടെ ആയിരിക്കണം അത്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ദൈവം എല്ലാത്തിലും മഹത്വപ്പെടട്ടെ. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം കഷ്ടപ്പാടുകൾ ഒരു നാണക്കേടല്ല, മറിച്ച് ഒരു അനുഗ്രഹമാണ്, കാരണം അത് വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാൻ അനുവദിക്കുന്നു. അവസാനമായി, വിശ്വസ്തനായ സ്രഷ്ടാവായ ദൈവത്തിന് അവരുടെ ജീവിതം സമർപ്പിക്കാനും പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും നന്മ ചെയ്യുന്നതിൽ തുടരാനും പത്രോസ് അവരെ ഉദ്ബോധിപ്പിക്കുന്നു.